പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാൻ വലിയ സ്പോട്ടൊന്നുമില്ല, കണ്ടില്ലേ? ഒന്നുകിൽ നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ എവിടെയെങ്കിലും ഫുഡ് വെച്ചിട്ട് കഴിക്കണം. നമുക്ക് എന്തായാലും പള്ളീൻ്റെ അകത്ത് തന്നെ കുത്തിരുന്ന് കഴിക്കുക. അതാകുമ്പോൾ എത്തിക്കാഫിൻ്റെ കൂലിയും കിട്ടും. അവിടെ ഒരാൾ കൂടി ഉപരികമാണ്. കേസപ്പോൾ ഞാൻ തിരിച്ച് പള്ളിയിൽ തന്നെ എത്തിയിട്ടോ. ഏകദേശം ഇപ്പോൾ വന്നിട്ടൊരു 1.25 മണിക്കൂറായി. ഇവിടെ പിന്നെ ഇപ്പോൾ ആരും ഇല്ല കേട്ടോ. ഒലക്കാക്കി തോന്നുന്ന ഒരു രാവിലെ ആയതുകൊണ്ടാണ് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്ക് ആൾക്കാരെത്തും. പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങാൻ നോക്കി, പക്ഷേ നടക്കുന്നില്ല, ഉറക്കം വരുന്നില്ല തീരെ. എന്തായാലും വൈകുന്നേരം നമുക്ക് എയർപോർട്ടിലേക്ക് പോവാം. എയർപോർട്ടിലാകുമ്പോൾ പിന്നെ വൈഫൈ ഉണ്ടാവും, AC ഉണ്ടാവും, നല്ലോണം കിടന്നുറങ്ങാം, സുഖമായിട്ട് കിടന്നുറങ്ങാം. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 4:30 എങ്ങാനാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടി വരിക. കേസ് അപ്പോൾ സമയം ഒരു 9:15 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു ഷോപ്പ് ഉണ്ട്. എല്ലാ ഉച്ചത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ, അല്ല രാവിലത്തേക്ക് ഉച്ചത്തേക്കുള്ള ഫുഡായി. അപ്പോൾ ഇതിന് കോസ്റ്റ് വന്ന് 9,000 കംബോഡിയൻ റയൽ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എത്ര വരും എത്ര വരും ഇതൊന്ന് ഏകദേശം 120 രൂപ ഇത്രയാവുന്നുണ്ട്. 120 അല്ല, ഏകദേശം 180 രൂപ ആവുന്നുണ്ട് കേട്ടോ. അതാ പറഞ്ഞത്, ഉച്ചക്കത്തേക്കും കൂടിയുള്ള ഫുഡ് നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാൻ വലിയ സ്പോട്ടൊന്നുമില്ല, കണ്ടില്ലേ? ഒന്നുകിൽ നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ എവിടെയെങ്കിലും ഫുഡ് വെച്ചിട്ട് കഴിക്കണം. അത് വേറെ ഓപ്ഷൻ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കേട്ടാൻ പോയി നോക്കിയാൽ ചിലപ്പോൾ സ്ഥലം കാണാൻ മതി. നോക്കട്ടെ. ഒന്ന് ഇവിടെ ആരും ഉണ്ടല്ലോ, ഇതാരോ റൂമാണ്. ഇതിൻ്റെ നേരെ താഴെ ഖബർസ്ഥാനി കേട്ടോ. രാത്രി ഞാൻ എന്തായാലും ഇവിടെ കിടക്കലില്ല, അതിനെക്കൊണ്ട് ആ പേടി വേണ്ട. മുകളിലും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ, അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ വേറൊരു പ്രശ്നം എന്താ പറയുക, ഇവിടുന്ന് കഴിച്ചാൽ എൻ്റെ നേരെ ഇപ്പുറത്ത് ബാത്റൂമാണ്. ആരും പോകണമെന്നൊന്നുമില്ല, പക്ഷേ നമുക്കത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കയറിയാൽ മതി. പക്ഷേ പിന്നെ കഴിക്കാൻ തോന്നുന്നില്ല. അതാ ഞാനിപ്പോൾ നോക്കിയപ്പോൾ കണ്ടേ, അതിൻ്റെ നേരെ വേഗം തന്നെയാണുള്ള ബാത്റൂം. നമുക്ക് എന്തായാലും പള്ളീൻ്റെ അകത്ത് തന്നെ കുത്തിരുന്ന് കഴിക്കുക. അതാകുമ്പോൾ എത്തിക്കാഫിൻ്റെ കൂലിയും കിട്ടും. അവിടെ ഒരാൾ കൂടി ഉപരികമാണോ കഴിക്കട്ടെ, സാൻഡ്വിച്ച് ആണോ കഴിക്കട്ടെ. കണ്ടില്ലേ? ട്രാവലേഴ്സ് മാത്രമേ പള്ളിയിൽ വിശ്രമിക്കാൻ കയറും കേട്ടോ. അല്ലാത്തവർ എത്തിക്കാഫിന് വേണ്ടി കയറുന്നവർ മൂപ്പർക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഒന്നാമത് ഞാൻ പറയുന്ന മൂപ്പർക്ക് തീരെ മനസ്സിലാവുന്നില്ല, അതാണ് മെയിൻ പ്രോബ്ലം. നമുക്ക് എന്തായാലും ഇവിടെ കുത്തിരുന്ന് കഴിക്കട്ടോ. അവിടെ ബർഗർ നല്ല അടിപൊളിയായിട്ട് ഇതാക്കിട്ടോ. ഇത് കഴിക്കുന്ന ടേസ്റ്റ് ഒരു ഇതില്ല, നല്ല കേട്ടോ. പേപ്പർ വെക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ലോണം പൊടിയാവും. ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരിക നമ്മളിങ്ങനെ വിശന്നിരിക്കുന്നേരം കഴിക്കുന്നേരം. ഞാൻ മുമ്പ് 8ാം ക്ലാസ്സിലൊരു മലയാള പാഠപുസ്തകം ഉണ്ടായിരുന്നു, അതിൽ പഠിച്ചത് സത്യമാണ്. ഫസ്റ്റ് നമുക്കൊരു ഷെയ്ക്ക് വാങ്ങി വരാം, അതിനുശേഷം പോവാം. ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്ന ഫുഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. താമസം ഞാൻ എടുക്കുന്നില്ല, അക്കോമഡേഷൻ ഞാൻ തീരെ എടുക്കുന്നില്ല. ഫുള്ള് ഫുഡ് കഴിച്ചങ്ങാട്ട് തീരെയാണ് ക്യാഷ്. അപ്പോൾ സമയം 12 മണിയായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ മാർക്കറ്റിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറേ നേരം ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി. സാധാരണ റെസ്റ്റ് എടുക്കല്ലേ നമ്മൾ, ഞാൻ റെസ്റ്റ് ഒഴിവായിങ്ങാണ്ട് ഒന്ന് ആക്റ്റീവ് ആകാം. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ ഞാൻ മുമ്പ് പോയതാണ്, പക്ഷെ അന്ന് വീഡിയോക്ക് ഞാൻ പറഞ്ഞില്ലേ ക്വാളിറ്റി ഇല്ലായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ എടുത്ത് നോക്കി ക്വാളിറ്റി ഉണ്ടാകുക പറഞ്ഞോട് എന്തായാലും ട്രൈ ചെയ്തു. അപ്പോൾ അത് ഞാൻ സ്ഥിരം വരുന്നൊരു സ്പോട്ടാട്ടോ, ജ്യൂസ് കട. ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. വേറെ അടുത്ത് കിട്ടൂലല്ലോ. ഇതല്ല കേട്ടോ, മീനാണ്, മീൻ ഉണക്കാൻ വെച്ചാൽ. ഇതുപോലെ ഇറച്ചിയൊക്കെ ചെയ്യലുണ്ട്. ഇതെങ്ങനെയാണ് ടേസ്റ്റ് കിട്ടലും കിട്ടിയാണ് ടേസ്റ്റ്. അപ്പോൾ ജ്യൂസ് കിട്ടിയിട്ടോ, നല്ല പൊരി വരും. ഇതിൻ്റെ ജ്യൂസ് കൂടി കുടിച്ചാൽ അടിപൊളിയാണ്. പിന്നെ ഇത് നല്ലൊരു കോൺസെപ്റ്റ് കേട്ടോ ജ്യൂസിൻ്റെ. ഇതിനിപ്പോൾ ഏകദേശം ഇവിടെ പ്രൈസ് വന്നത് 3000 കംബോഡിയൻ റയലാണ്. നമ്മുടെ നാട്ടിലൊരു 60 രൂപയോളം വരും. പക്ഷേ കാണുമ്പോൾ നല്ല സൈസ് ഉണ്ട്. ഇതിൽ പകുതിയോളം വെറും ഐസാണ്. അപ്പോൾ ഇത് ഒരു കണക്കിന് നല്ല കാര്യമാണ്. കാര്യം ഈ ഇതില്ലേ ഷുഗർ വേണമെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ
എന്താ പറയുക, പെട്ടെന്ന് കുടിക്ക് വേണ്ടവർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കാണുമ്പോൾ പിന്നെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഓക്കെ. ഈ മീനും പോത്തൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കേട്ടോ ടെക്സ്റ്റൈൽ ഐറ്റംസ് ഉള്ള, അല്ല ടെക്സ്റ്റൈൽസിൻ്റെ പീടികളിൽ പാമ്പ് മാത്രമല്ല ബാക്കിയെല്ലാം ഉണ്ട്. പാറ്റ, പല്ലി. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. എനിക്ക് ഈ സാധനം കുടിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്മെല്ല് വന്നിട്ട്. ഇവരെല്ലാവരും തമ്മിൽ നല്ലൊരു ഐക്യമുണ്ട്. എന്നുവെച്ചാൽ ഇറച്ചിക്കടക്കാരും മറ്റേ ടെക്സ്റ്റൈലുകാരും സ്റ്റാൻഡേർഡും അല്ലെങ്കിൽ 5000 എന്നുള്ള ഇതില്ല, ഒരു വേർതിരിവില്ല ഇവിടെ. ഇവിടെ റാപ്റ്ററോടുള്ള കളിയാട്ടോ. എനിക്ക് തോന്നുന്നു കംബോഡിയയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഫോർഡിൻ്റെ വണ്ടി ആയിരിക്കും, പിക്കപ്പ് പോലത്തെ വണ്ടി ആയിരിക്കും. ഇതല്ല ഇവിടെ പോന്ന് കണ്ടിട്ടോ റാപ്റ്റർ. ഇല്ല നേരെ അപ്പുറത്ത് വേറെ ഒന്ന് കണ്ട്. റോഡ് മേലേക്ക് നമ്മൾ ഇറങ്ങിയാണെങ്കിൽ എന്തായാലും ഒരു 5 മിനിറ്റ് കൂടുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒരു റാപ്റ്ററോ അല്ലെങ്കിൽ റേഞ്ചറോ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊന്നല്ലേ ഇറങ്ങിയല്ലോ, അത് മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഇതൊക്കെ അടുത്ത റാപ്റ്റർ വരൂ. ഇതും റാപ്റ്ററാട്ടോ, അതും റാപ്റ്ററാണ്. എൻ്റെ അമ്മോ, ഇതിനെക്കൊണ്ടുള്ള കളിയാട്ടോ ഇവിടെ. എനിക്കൊന്ന് ഫോർഡിൻ്റെ അത്യാവശ്യം ഒന്ന് മുമ്പിൽ നിൽക്കുന്ന വേറെ കുറേ വണ്ടി ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ പിക്കപ്പ് പോലത്തെ സാധനമില്ലേ, ഇതിലേറ്റവും മുമ്പിൽ നിൽക്കുന്ന റാപ്റ്ററാണെന്ന് തോന്നുന്നു. ഇതും ഫോർഡിൻ്റെ ആണ്, റാലി എന്ന് പറഞ്ഞത്. ഫോർഡാണോ ഇത്? ഫോർഡല്ലാന്ന് തോന്നുന്നു. ടൊയോട്ട. അത് ഫോർഡിൻ്റെ, അത് റേഞ്ചർ കുറച്ച് ചെറുതാട്ടോ. വേണമെങ്കിൽ നമുക്ക് ഈറ്റാളിക്ക് നാട്ടിൽ കൊണ്ടുവരാം. പക്ഷേ അപ്പുറത്ത് നിന്നാ വരുന്ന റാപ്റ്ററാട്ടോ. ഇവിടെ വന്നിട്ട് വില ചോദിച്ചു നോക്കണം എങ്ങനെയാണ് റാപ്റ്ററിന്, എങ്ങനെ വില ചോദിച്ചു നോക്കണം. കാര്യം അമ്മ അജാതിയ എന്തൊരു കണ്ട്. പിന്നെ ഇവിടെ റാപ്റ്റർ മാത്രമല്ല കുറേ ലക്ഷറി വെഹിക്കിൾസ് കാണുന്നുണ്ട് കേട്ടോ. ലക്ഷറി വെഹിക്കിൾസ് എന്നല്ല, വെഹിക്കിൾസ് ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് വന്ന് ഇവിടെ ടാക്സ് കുറവാണ്. എന്തായാലും ഇവിടെ വന്ന് ഓടിക്കാന്നല്ലാണ്ട് നമ്മളെ നാട്ടിൽ പോകുമ്പോഴേക്കും എന്തായാലും നല്ലൊരു പൈസ ടാക്സ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ടെമ്പററി ആയിട്ട് അവിടേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ വലിയ പൈസ ആവില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ഗൾഫിലൊക്കെ പോകുകയാണെങ്കിൽ, ദുബായിലൊക്കെ പോകുകയാണെങ്കിൽ ഹമ്മർ കിട്ടും. ഹമ്മർ H1, H2, H3. H1 നല്ല പൈസ ആവും. H3 ചെറിയ എന്തോ പൈസ മതി, ഒരു 4 ലക്ഷം അത്രയൊക്കെ മതി. പിന്നെ H2 ആണെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് ഒരു 47,000, ഒരു 50,000 ദിറംസിൻ്റെ താഴെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ അവിടെ ചെന്ന് ഓടിക്കാൻ അല്ലാണ്ട് ഇവിടെ കൊണ്ടുപോകുന്നൊരു കാര്യമല്ല. അല്ല, നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ടെമ്പററി ആയിട്ട് കൊണ്ടുവരാം, പക്ഷേ ഒരുപാടാവില്ല. പക്ഷെ ഞാൻ നോക്കിയെടുത്തോളം എല്ലാവരും അതിനെ നെഗറ്റീവായിട്ടോ പറഞ്ഞേ. ഞാൻ പിന്നെ അതിൻ്റെ ലുക്ക് മാത്രമേ നോക്കിയുള്ളൂ, വേറെ ഒന്നും നോക്കിയില്ല. മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല. മലേഷ്യക്ക് ഇപ്പോൾ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. മലേഷ്യ പോകുന്ന നേരം ഫ്ലൈറ്റിലാണ് പോകുന്നത് ശരി തന്നെ, പക്ഷേ അതുപോലെ തിരിച്ച് വിടുമോ എന്നുള്ള നല്ല പേടിയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് നോക്കിയപ്പോൾ മുമ്പൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയമല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അടി വരുന്ന സമയമാണ്. കാര്യം 3 വട്ടം നമ്മൾ മ്യാൻമറിൽ പോകാൻ നോക്കി, ബൈ ബോർഡർ, ടാൻ ബോർഡർ വഴി. മ്യാൻമറിൻ്റെ ബോർഡറിൽ എത്തുമ്പോഴാണ് പറയുന്നത് കയറാൻ പറ്റൂല, പോടുമെന്ന് അറിയും. അതുപോലെ മറ്റേ വിയറ്റ്നാമിൽ ഒരു ദിവസം ചെറിയൊരു സീനുണ്ടായി. പിന്നെ എന്ന് വെച്ചാൽ വിസ ആവുന്നതിന് മുമ്പ് ഞാൻ കയറിപ്പോയതാണ്, പക്ഷേ വലിയ കുഴപ്പമില്ല. പിന്നെ ഇവിടെ നമ്മൾ തായ്ലൻഡിലേക്ക് പോകാൻ നോക്കി, അവിടെ പൊക്കി. എന്നിട്ട് ഓല് പറഞ്ഞ് കയറാൻ പറ്റില്ല. എനിക്ക് മാത്രമല്ല കേട്ടോ, പിന്നെ കുറേ ചൈനക്കാർക്ക്, പാകിസ്ഥാനികൾക്ക്, ഇവർക്ക് ആർക്കും കയറാൻ പറ്റിയില്ല. കുറേ ഇഷ്യൂസ് ഉണ്ടാക്കി. കാര്യം അവർ പറയുന്ന ഫ്ലൈറ്റ് വഴിവാ, നിങ്ങൾ ഫ്ലൈറ്റ് എടുത്ത് വന്നോ, അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. ഇവർ വിചാരിക്കുന്നതേ എനിക്ക് തോന്നുന്നു, കാര്യം ഫ്ലൈറ്റ് എടുക്കുന്നവൻ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിരിക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൺട്രീസിലേക്കൊക്കെ. ബൈ റോഡ് വരുന്നവന് അത്രയും ചീപ്പായിട്ടുള്ള ചീപ്പായിട്ട് വരുന്നവനായിരിക്കും. കാര്യം ഇപ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇവിടുന്ന് എനിക്ക് ഫെനോം സിറ്റിയിൽ നിന്ന് തായ്ലൻഡ് ബാങ്കോക്ക് വരെ എത്താൻ ഫ്ലൈറ്റിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6000 ആ ഒരു റേഞ്ചിലാണ് കോസ്റ്റ് വരുന്നത്. സെയിം ടൈമിൽ ബസ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഏകദേശം $20 പ്ലസ് $10 മാക്സിമം, അല്ലെങ്കിൽ $25 എനിക്ക് അവിടെ എത്താൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു 2000 രൂപ മതി. 2000 രൂപയ്ക്ക് ഫെനോം സിറ്റിയിൽ നിന്ന് ബാങ്കോക്കിൽ എത്താൻ പറ്റും. ആ സാധനം നമ്മൾ ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ 2000-3000 ഒക്കെ ആവും. അപ്പോൾ അത് വരെ നല്ലോണം പിടിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും നമുക്ക് പിന്നെ എത്ര ലഗേജ് വേണമെങ്കിലും കൊണ്ടുപോകാമല്ലോ. ഗോൾഡ് ചെക്കിങ്ങോ അല്ലെങ്കിൽ വേറെ നമ്മുടെ ഡ്രഗ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ചെക്ക് ചെയ്യുന്നില്ല. ചിലപ്പോൾ അതൊക്കെ കണ്ട് പേടിച്ചിട്ടായിരിക്കും ആരെങ്കിലും ഇങ്ങനത്തെ ഒപ്പിച്ചിട്ടുണ്ടാവും കുറേ